ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ടൈം ട്രാവൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബൈക്ക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് യമഹയുടെ എയറോക്സ് 155 ആണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവനൊരു മാക്സി സ്കൂട്ടറാണ്. ഇവൻ അത്യാവശ്യം ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള വണ്ടിയാണ്, ഭയങ്കര ഒരു ബിഗ് സ്കൂട്ടറാണ്. ഒരു ബിഗ് ബൈക്ക് ഫീലൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന സമയത്ത് കിട്ടും. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുന്ന സമയത്ത് അത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള വണ്ടിയാണിത്. അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാരക പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കാം. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ യമഹ R3 സാമ്യതയുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. R3 സെയിം ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു വെട്ടവും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണിത്. നമുക്കൊരു DRL കാണാം. പിന്നെ ഇതിനകത്ത് വരുന്ന LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലായിട്ട് തന്നെ നമ്മുടെ നിഞ്ച R3 കാണുന്ന പോലെ തന്നെ അകത്തേക്ക് കയറ്റി ബോഡിയുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരു 230 mm ഒരു ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്ക് കാലിപ്പർ വരുന്നത് നിഷിൻ്റെ ബ്രേക്ക് കാലിപ്പറും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സ്റ്റിഫായിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോർണറിങ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഒരു കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 14 ഇഞ്ച് അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ടയർ സിയറ്റിൻ്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു യമഹയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പിന്നെ നമ്മൾ ഫുട്ബോളിലൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ മറ്റു സ്കൂട്ടറിൽ കണ്ടുവരുന്ന പോലുള്ള ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫുട്ബോർഡും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഇവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെട്രോൾ ടാങ്കാണ് വരുന്നത്. ഒരു 5.5 ലിറ്ററിന് കപ്പാസിറ്റി ഉള്ള ഒരു പെട്രോൾ ടാങ്കാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ വണ്ടി നമുക്ക് മറ്റ് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഗ്യാസ് കുറ്റി വെച്ചോ അല്ലെങ്കിൽ അരിച്ചാക്ക് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും ഈ വണ്ടി നോക്കണ്ട. കാരണം അതിന് പറ്റിയൊരു വണ്ടിയല്ല ഇത്. ഈ വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടൂറിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെക്കിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടി വരുന്നത്. അത് നമുക്കൊരു എയർ ഫിൽറ്ററിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും. പിന്നെ നമുക്കൊരു സൈലൻസറും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെയൊക്കെ ക്യാപ്പ് തുറക്കുന്നത് ഇവിടെയാണ്. പിന്നെ സീറ്റിൻ്റെ ഇത് തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇത് ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ചാവി തിരിച്ചതിന് ശേഷം നമ്മളിത് പ്രസ് ചെയ്താൽ മതി, ഇത് ഓപ്പണായി വരും. അത്ര സൈലൻ്റ് ആയിട്ടുള്ളൊരു സൈലൻസറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ സൗണ്ടോ കാര്യങ്ങളോ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. പിന്നെ എൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ റീ സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കെന്ന് പറയാൻ നല്ല അത്യാവശ്യം സോഫ്റ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബില്ലിങ് ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ബാക്ക് ബ്രേക്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഡുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ എൻ്റെ നമ്മളെ ബാക്ക് ബ്രേക്കിലൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 130 mm ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. നമുക്ക് കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ ബാക്ക് ടൈൽ സെക്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു LED ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ചെറിയ ഒരു LED ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. വളരെ ചെറിയ രീതിയിലുള്ളൊരു ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 14.7 bhp അറ്റ് 8000 RPM ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. ടോർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 13.9 Nm അറ്റ് 6500 RPM ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള എൻജിൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ V3 കണ്ട പോലെയുള്ള അത്രയും പെർഫോമൻസ് കാഴ്ചവെക്കത്തില്ലെങ്കിലും ഒരു 0 to 100 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഈസി ആയിട്ട് ഇവൻ പുള്ളി ചെയ്ത് കയറി പോകുന്നതാണ്. ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന അതേ ഫീൽ തന്നെ നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കിട്ടും. ഇതിൻ്റെ ആക്സിലറേഷൻ അമ്മാതിരിയാണ്, മാരകമാണ്. അത് നിങ്ങളിത് ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും.
പിന്നെ ഇവന് കിക്ക് സ്റ്റാർട്ട് വരുന്നില്ല, സെൽഫ് സ്റ്റാർട്ട് മാത്രമേ വരുന്നുള്ളൂ. അത് പിന്നെ ഇവനൊരു സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളിലൂടെയൊക്കെ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സ്വിച്ചസിലേക്ക് നോക്കാം. ഇവിടെയാണ് നമുക്ക് ഈ മീറ്റർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് ഇത് നമ്മുടെ ഹൈ ബീം ലോ ബീം സ്വിച്ചാണ് വരുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ഹോണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓട്ടോ കൺട്രോൾ ഓഫ് ഓണുമാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഹസാഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് സെൽഫ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട മീറ്റർ കൺസോളിലോട്ട് നോക്കാം. നമ്മുടെ മീറ്റർ കൺസോളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, RPM മീറ്റർ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ടൈം വരുന്നുണ്ട്, 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചറുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ വാർണർ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കാണിക്കുന്നത്. ABSൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്ക് ഈ സ്വിച്ച് ഓണാക്കുന്ന ഓഫാക്കുന്നതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വണ്ടി ഇത് ഓണായിരിക്കുന്ന സമയത്ത് നമ്മുടെ എവിടെയെങ്കിലും കൊണ്ട് 30 സെക്കൻഡൊക്കെ നിർത്തിയിടുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും അതിന് നമ്മൾ അതിന് ശേഷം വണ്ടി ഓണാക്കാൻ നമ്മൾ ഈ ആക്സിലേറ്റർ ഒന്ന് തിരിച്ച് കൊടുത്താൽ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്യൂവൽ കുറേയൊക്കെ അധികം സേവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ കൊടുത്തിരിക്കുന്ന യമഹയുടെ. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഇതിൽ കയറാനെ കൊണ്ട് നമ്മൾ ബൈക്കിൽ കയറുന്ന പോലെ തന്നെ കയറാം, അല്ലാതെ നമുക്ക് കയറാൻ യാതൊരു നിർവാഹവുമില്ല. എൻ്റെ കാല് നമ്മളെടുത്ത് ബൈക്കിൽ കയറുന്ന പോലെ തന്നെ കയറിയാലേ പറ്റത്തുള്ളൂ. സൈഡ് മിറർ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത്യാവശ്യം വിസിബിളായിട്ടുള്ള സൈഡ് മിററും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇവൻ്റെ ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. മാരക രീതിയിലുള്ളൊരു ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. ഇവൻ ഫുൾ ത്രോട്ടിൽ കൊടുക്കാനുള്ള പവർ ഡെലിവറിയാണ് നിങ്ങൾ പോകേണ്ടത്. മാരകമായിട്ടുള്ളൊരു ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ വണ്ടി വരുന്നത്. ഭയങ്കര കോൺഫിഡൻസാണ് നമുക്കിത് ഓടിക്കുന്ന സമയത്ത്. അജാതി പവറാണ്, മാരക പവറാണ് ഇത് വരുന്നത്. 0 to 100 എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് കയറും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റിസ്ക്കി ആയിട്ടുള്ള ഓവർടേക്ക് ആണെങ്കിൽ പോലും നമുക്ക് നല്ല സ്പീഡിൽ കയറി ഓവർടേക്ക് ചെയ്ത് മാറാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ മറ്റ് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന പോലെ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ത്രോട്ടിൽ കൊടുക്കേണ്ട താമസം വണ്ടി എൻജിൻ മാരകമായിട്ട് റെസ്പോൺസ് ചെയ്യും. ആ രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബൈക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ദൂരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടയേർഡാവാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ബൈക്കിൽ പോകുന്ന അതേ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇവനെയും കൊണ്ട് അവിടെ എത്താൻ പറ്റും. നമ്മൾ മറ്റ് സ്കൂട്ടറിലെ കൂട്ട് ഒരു 60-80 കീപ്പ് ചെയ്യണമെന്ന് വെച്ചില്ല. ഇവനൊരു 115-120 വരെയൊക്കെ നമ്മൾ പുഷ് ചെയ്താൽ കയറി പോകും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്ക് പറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. നല്ലൊരു ആക്സിലറേഷൻ കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 126 കിലോഗ്രാമാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്തോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും വെയിറ്റുള്ളൊരു വണ്ടി നമ്മൾ ഓടിക്കുന്നുള്ളൊരു ഫീലേ നമുക്ക് വരത്തില്ല. ആ രീതിയിലൊരു ടൂറിങ് പർപ്പസ് ഉള്ളൊരു വണ്ടിയാണിത്. നമ്മൾ ക്ഷീണിച്ചാലും വണ്ടി ക്ഷീണിക്കത്തില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ എൻജിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അപ്പം നമ്മൾ എത്ര ദൂരം ഓടിയാലും വണ്ടിയുടെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം, ചില വണ്ടികൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് എൻജിൻ മതിയായി, ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റത്തില്ല എന്ന രീതിയിലുള്ളൊരു സൗണ്ടിങ് കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ നമുക്ക് ഇവനിൽ അത് കേൾക്കത്തില്ല. പിന്നെ എൻജിൻ നമ്മൾ V3 വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ആയാലും എൻ്റെ ഒരു റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൂടുതൽ നമുക്കറിയാം. അപ്പോൾ പിന്നെ യമഹയുടെ എൻജിൻ ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പേടിക്കാനില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ എത്ര ലോങ് വേണം നമുക്ക് ഇത് യാത്ര ചെയ്യാൻ പറ്റും. നമ്മളിതിന് വേണ്ട സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നല്ല ടോപ്പ് എൻഡിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. ഇനിയും പുഷ് ചെയ്ത് നമ്മൾ ഇനിയും പോകും എന്നുള്ള രീതിയിലാണ് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത് 145 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഹമ്പോ അത്യാവശ്യം നല്ല കട്ടറും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും.
ആ രീതിയിലുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 2 സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നിന് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. വണ്ടി കോർണർ ചെയ്യുന്ന സമയത്ത് നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് വണ്ടി കോർണർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ കുറേയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ടയറിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസാണ് കിട്ടുന്നത്. നമുക്ക് കോർണർ ചെയ്യുന്ന സമയത്തും നമുക്ക് ടോപ്പ് എൻഡ് പോകുന്ന സമയത്തൊക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടും ആ ടയറിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകത്തില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോക്ക് ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിയുടെ ബ്രേക്കിംഗ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മോഡലിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസും കാര്യങ്ങളും ബ്രേക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. വണ്ടിക്ക് 126 കിലോഗ്രാം വെയിറ്റുള്ള വണ്ടി, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വണ്ടിയാണെന്ന് തന്നെയും ആ വെയിറ്റിനെയും നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള ആ ഒരു എഞ്ചിൻ്റെ പവറിനെയും തടയിട്ട് നിർത്താൻ ഈ ബ്രേക്കിന് കഴിയുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു ബ്രേക്ക് ബൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ട് നല്ല ടോപ്പ് സ്പീഡിൽ പോകുന്ന സമയത്തും നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ തന്നെയും നമുക്ക് പിടിച്ച് നിർത്താനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഈ ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത്രയും ഇതിൻ്റെ പെർഫോമൻസും ഇത്രയും വെയിറ്റൊക്കെ വരുന്ന വണ്ടി 155 cc വരുന്നൊരു വണ്ടിക്ക് സ്വാഭാവികമായിട്ടും മൈലേജൊക്കെ നല്ല കുറവായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല, ഈ വണ്ടിക്ക് 40+ മൈലേജ് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ പ്രൈസ് വരുന്നത് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 150 സംതിങ് ആണ് വരുന്നത്. പിന്നെ ഓൺ റോഡ് വരുമ്പോഴത്തേനും നമുക്കൊരു 190 നമുക്ക് ഈ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ ഈ ഒരു സ്കൂട്ടർ എടുക്കണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ വിലയ്ക്ക് ഒരു സ്പോർട്സ് ബൈക്കോ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ചോദിക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സ്കൂട്ടർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങൾ സ്കൂട്ടറിനോട് അത്രയധികം ഒരു സ്നേഹമുള്ളവരാണ്, ഒരു കമ്പമുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു ബൈക്കിന് കിട്ടുന്നൊരു പവറും ഒരു ഫീല്, ആ ഒരു മൈലേജ്, ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഈ വണ്ടി ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ദിസ് ചാനൽ.